ഒരു മനുഷ്യജീവനെയെങ്കിലും ദുരിതങ്ങളിൽ നിന്നും കരകയറ്റാൻ കഴിയുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശിയാകുന്നത്. പ്രൊഫസർ സി മാമച്ചൻ. നമുക്കിനി സാറിലേക്ക് തന്നെ തിരിച്ചു വരാം. ഞങ്ങൾ എല്ലാവരും കേൾക്കാൻ ആഗ്രഹിച്ച കഥകളാണ് മദ്യവിരുദ്ധ സമരത്തിലേക്ക് ഇറങ്ങാനിടയായ സാഹചര്യം. ഒന്ന് വിവരിക്കാമോ? ഒരു ദിവസം പത്രത്തിലൊരു വാർത്ത വന്നു. അവിടെ അമ്മയുടെ പാല് കുടിച്ചു കിടന്ന് 1.5 വയസ്സുള്ള ഒരു കുഞ്ഞ് മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ 3-ാം ദിവസം അമ്മയെ അറസ്റ്റ് ചെയ്തു പീരുമേട് ജയിലിൽ ഇട്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ പോയി ഈ അമ്മയെ ഒന്ന് കാണാനായിട്ട്. ഒരു ജൂൺ മാസം അവസാനമാണ്. ഇങ്ങനെ വല്ലാത്ത തണുപ്പ്, കാറ്റ്, അവിടെ നിൽക്കാൻ പോലും വയ്യ. ഞങ്ങൾ വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കുമ്പോൾ ആ അമ്മ ഇറങ്ങി വന്നു. ഭീകരരൂപിയായ കുഞ്ഞിനെ കൊന്ന് അമ്മയെ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ പൂച്ചയെ പോലെ പതുങ്ങി ഇറങ്ങി വരുന്ന ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടു. അവരൊന്നും പറഞ്ഞിരുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങൾ കണ്ടു തിരിച്ച് ഇറങ്ങിപ്പോന്നു. ഗേറ്റിംഗ് വന്നപ്പോൾ ഈ മരിച്ചുപോയ കൊച്ചിൻ്റെ വലിയപ്പൻ, സാറേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, പോകരുത്. എൻ്റെ മകനാ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ. അവൻ ആണ് ഈ കുഞ്ഞിനെ കൊന്നത്. ലോറിയിലെ സഹായിയാണ് അവൻ. അങ്ങ് പഞ്ചാബ് വരെ പോകും. 12 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. 25,000 രൂപ വരെ അവന് ശമ്പളമുണ്ട്. അവൻ വീട്ടിൽ വരുമ്പോൾ ഏത്തയ്ക്കാപ്പം പോലും കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കത്തില്ല. അതുമാത്രമല്ല, വരുന്ന ദിവസം ഞങ്ങളെ അടിച്ച് പുറത്തിറക്കി കൊടുങ്കാട്ടിൽ എവിടെങ്കിലും ഒരു മരത്തിൽ പിടിച്ചുകൊണ്ട് രാത്രിയിൽ ഇരുന്ന് ഉറങ്ങും. ഒരാഴ്ച മുമ്പ് കൂട്ടുകാരി വന്ന് പറഞ്ഞു, അവിടെ ഹോം നേഴ്സിൻ്റെ പോസ്റ്റുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഈ 2 കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യാം. അവൾ ആലോചിച്ചപ്പോൾ ഈ 3-ാമത്തെ കുഞ്ഞിനെ എന്ത് ചെയ്യും? 2 കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ 3-ാമത്തെ കുഞ്ഞിനെ കുരുതി കൊടുക്കാൻ അവൾ തീരുമാനിച്ചു. കൊന്നതാരാണ്? ഒരു വീട്ടിന് ചെലവിന് കൊടുക്കാത്ത, അടിച്ചിറക്കി വിടുന്ന അച്ഛൻ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അച്ഛൻ, പീഡിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന അച്ഛൻ. ഈ സംഭവത്തിന് ശേഷം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ, ഇത്തരത്തിലുള്ള മദ്യമുക്തി പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. 1-ാമത്തെ അനുഭവം, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു KSRTC ഡ്രൈവർ, അദ്ദേഹം ഒരു ദിവസം ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഗാരേജിൽ വെച്ച് തന്നെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് 2 ആഴ്ച മുമ്പ് അയാളുടെ മകൾ പ്രസവിച്ചിരുന്നു. മകൾ പ്രസവിച്ച കുഞ്ഞിൻ്റെ അച്ഛൻ ഈ ജോർജ് എന്ന് പറയുന്ന ഡ്രൈവറാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അദ്ദേഹം വക്കീലിനെ വെച്ചില്ല, കോടതി കേസ് വാദിച്ചു. 8 വർഷത്തെ കഠിന തടവിന് ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ പോയി. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മുക്കുടിയനായിരുന്നു. സൈന്യത്തിൽ നിന്ന് തന്നെ 10 വർഷം കഴിഞ്ഞ് ഞാൻ പിരിഞ്ഞു പോകുന്നത് തന്നെ കുടി കൊണ്ടാണ്. KSRTCയിൽ വന്നിട്ടും കുടിക്കുകയായിരുന്നു. കുടിച്ച് എൻ്റെ അബോധാവസ്ഥയിലാണ് ഞാൻ എൻ്റെ മകളുമായി അങ്ങനെയൊരു സംസർഗത്തിൽ ഏർപ്പെടേണ്ടി വന്നത്. എത്ര വേദനാകരമായ അനുഭവമാണ് അദ്ദേഹം പങ്കുവച്ചത്.
ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഒരു ആദ്യത്തെ നാഴികക്കല്ലായി ഈ സംഭവം മാറുകയുണ്ട്. ഓക്കെ, നമ്മുടെ ഈ അഭിമുഖത്തിന് പൂർണ്ണതയുണ്ടാകണമെങ്കിൽ ഒരു ഉത്തരം കൂടി ആവശ്യമുണ്ട്. സർ, അങ്ങയുടെ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് ആർക്കൊക്കെയാണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മാതാപിതാക്കളോടാണ്. അവരോടുള്ള എൻ്റെ ബഹുമാനം എന്നെ വളരെ കുട്ടിക്കാലത്ത് തന്നെ എന്നെ കൊത്തിപ്പിരിച്ചു എന്നതാണ്, എന്നെ സ്വതന്ത്രനാക്കി എന്നതാണ്. എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാനും എനിക്ക് ആവശ്യമായത് സമ്പാദിക്കാനും ഉള്ള ഒരു തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ളത് തന്ന് അവരെന്നെ സ്വതന്ത്രമാക്കിയത് കൊണ്ട് ഈ ഒരു സ്വാശ്രയ ശീലം അത് എന്നെ മറ്റൊരു വ്യക്തിയാക്കി മാറ്റി. ആ പേരിലാണ് ഞാൻ അവരെ ഏറെ ബഹുമാനിക്കുന്നത്. എന്നെയും എൻ്റെ പ്രവർത്തനങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്ന ആളുകളെ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. അങ്ങനെയുള്ള ചില ആളുകൾ എൻ്റെ സഭാജീവിതത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും തൊഴിൽ രംഗങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടെല്ലാം വളരെ കർക്കശമായി കലഹിക്കുകയും എന്നാൽ അടുത്ത മണിക്കൂറുകളിൽ അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് എനിക്കുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് എന്നെ മദ്യമുക്തിയിലേക്ക് തള്ളിവിട്ടത് ജോസഫ് മാർത്തോമ എന്ന മാർത്തോമ സഭയുടെ അധ്യക്ഷനാണ്. അദ്ദേഹം എന്നോട് കാണിച്ച വളരെ വില കുറഞ്ഞ സമീപനമാണ് ഞാൻ മറ്റൊരു വഴി തേടി മദ്യമുക്തിയിൽ 11 വർഷം മുമ്പ് എത്തിയത്. അതിന് അദ്ദേഹത്തോട് എനിക്ക് നന്ദിയുണ്ട്. ആ നന്ദി പറയുന്നത് എന്തിന് എന്ന് നിങ്ങൾ ചോദിച്ചേക്കും. പക്ഷേ എനിക്ക് പുത്തൻ വഴികൾ തേടാനായിട്ട് ഒരു മുഖാന്തരം ഒരുക്കിയ ആളെന്ന നിലയിൽ ദൈവം ഒരുക്കി നിർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവുകൾ സൃഷ്ടിച്ച ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. മദ്യമുക്തി എന്ന പ്രസ്ഥാനത്തിലേക്ക് വരുവാനുള്ള കുറേയേറെ സാഹചര്യങ്ങൾ സാർ ഇപ്പോൾ വിവരിച്ചു. ഇനി ഞങ്ങളോട്, പുതുതലമുറയോട് സാറിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ കുട്ടിക്കാലം നാട്ടിൻപുറത്തെ കള്ളിനെ മാത്രം ആശ്രയിച്ചിരുന്ന കാലമാണ്. 1990-കളിലായപ്പോഴേക്കും അത് വിദേശ മദ്യങ്ങളിലേക്ക് വ്യാപിച്ചു. ഇപ്പോൾ രാസലഹരിയുടെ വലിയ ഒരു പിടിമുറുക്കത്തിലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുത്തിപ്പറക്കാൻ കാത്തിരിക്കുന്ന വലിയ ദുഷ്ടശക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ലഹരിക്കടിപ്പെട്ടു പോയ ഒരു തലമുറയുടെ കർമ്മോത്സുകത, സമയം, വിഭവങ്ങൾ, ആളത്വം, ബന്ധങ്ങൾ, പണം, ആരോഗ്യം എല്ലാം തകരുക തന്നെ ചെയ്യും. ആ തകർച്ചയിൽ നിങ്ങൾ ഒരു കൂട്ടാളിയാകരുതേ, മറിച്ച് ചെറുത്തു നിൽക്കാനുള്ള കഴിവും കരുത്തും സമ്പാദിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ശരിയാണ്. ഒരു തലമുറ മുഴുവൻ നശിച്ചാലും തങ്ങൾ സമ്പന്നരാകണമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടൻ രക്തദാഹികൾക്ക് മുൻപിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നു മാമച്ചൻ സാർ. 29 എണ്ണം ഇപ്പൊ 1127 അപ്പൊ എത്രയായി ശതമാനമായെന്ന് കൂട്ടുക. മദ്യം ലഹരിയല്ല എന്ന് പ്രഖ്യാപിക്കുക, അന്തസ്സായിട്ട് അത് സർക്കാർ പ്രഖ്യാപിക്കുക. എന്നിട്ടാണ് ലഹരിക്കെതിരെ ഇവിടെ നടക്കുന്ന സർക്കാരിന്റെ നേതൃത്വത്തിൽ അതിന് നിങ്ങൾ ചാനലുകാരും കൂടെ പിന്തുണയ്ക്കുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരുതരം ബ്രെയിൻ വാഷ് ഇടമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങയെപ്പോലുള്ളവർ ഇന്നിവിടെ ഉള്ളത് കൊണ്ടാവാം ഈ നാടിന്റെ നാശം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നത്. നമസ്കാരം, ഞാൻ കളക്ടർ കോട്ടയം. നമ്മുടെ നാട് അതിശക്തമായി ലഹരിയുമായി അടിമപ്പെട്ട കുറേയധികം ഇഷ്യൂകൾ നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോരാട്ടം ശക്തമാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ യുവജനതയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറയെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷിക്കാനാവും. ഇതിൻ്റെ ഭാഗമായി വിവിധ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വന്നുപെട്ടത് ശ്രീ മാമച്ചൻ സാറാണ്. കാലങ്ങളായി അദ്ദേഹം ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ കോട്ടയം ജില്ലയിൽ നേതൃത്വം കൊടുക്കുന്ന ഒരാളാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ ദർശനവും നിസ്വാർത്ഥമായ സേവനവുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമേകുന്നത്. പ്രത്യേക ആശംസകൾ അദ്ദേഹത്തെ അറിയിക്കുന്നതോടൊപ്പം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് കൂടുതൽ ബഹുജന പങ്കാളിത്തത്തോടുകൂടെ ഈ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളിൽ മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. എല്ലാവിധമായ പിന്തുണയും ജില്ലാ ഭരണകൂടം വാഗ്ദാനം ചെയ്യും. ബഹുമാന്യനായ ശ്രീ സി മാമച്ചൻ ജനങ്ങളുടെ ഇടയിൽ നല്ല സ്വീകാര്യതയുള്ള മദ്യവിരുദ്ധ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ലഹരിക്കെതിരായിട്ടുള്ള അതിശക്തമായ മുന്നേറ്റമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പല സ്ഥലങ്ങളിലും എനിക്കും അദ്ദേഹത്തിൻ്റെ ഈ മൂവ്മെൻറ്റുമായി സഹകരിച്ച് പോകുന്നതിന് സാധ്യതയുണ്ടായിട്ടുണ്ട്. മാമച്ചനെ ഒരിക്കലും ഈ സമൂഹത്തിന് മറക്കാനും കഴിയില്ല. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിസ്വാർത്ഥ സേവനത്തിന് ബഹുജനങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ നൽകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ബഹുമാന്യനായ മാമച്ചന് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഞാൻ നേരുകയാണ്. ദൈവനാമം മാത്രമാട്ടെ. നമ്മുടെ മാമച്ചൻ സാറിനെ കുറിച്ച് ഒരു വാക്ക് പറയാനാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയ ഒരു ദാനമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വീട് ചേർന്നാണ്. ഓരോ വീട്ടിലും ചെന്ന് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാരെ കണ്ടുപിടിച്ച് തക്ക സമയം നോക്കി അവരെ തന്നോട് ചേർത്ത് പിടിച്ച് മദ്യമുക്തിയിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് അത് നടത്തുന്നത്. മറ്റാരുടെയും പിന്താങ്ങുന്ന സപ്പോർട്ടും ഇല്ലെങ്കിലും ചെയ്തു തീർക്കാൻ എന്നതിന് ഉദാഹരണമാണ് മാമച്ചൻ സാർ. പ്രത്യേകിച്ച് അതൊരു സഹധർമ്മിണി നല്ലൊരു കൂട്ടാളിയാണ്. അദ്ദേഹം ചെയ്യുന്ന ഈ നന്മ മറ്റുള്ളവർ മാതൃകയായി സ്വീകരിക്കണം. അദ്ദേഹത്തിന് തുടർന്നുള്ള പ്രവർത്തനം നമുക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ധാരാളം ആളുകൾ നല്ലതിലേക്ക് നന്മയിലേക്ക് തിരിച്ചു വരട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കും. കോട്ടയത്ത് മദ്യവർജന പ്രസ്ഥാനം രൂപപ്പെടുന്നു. അക്കാലത്ത് ഞാനതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോൾ മുതൽ മാമച്ചൻ സാറിനെ എനിക്കറിയാം. മാർത്തോമ കോളേജിലെ അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്കിടയിൽ മദ്യവർജന പ്രസ്ഥാനത്തിന് അദ്ദേഹം നിരന്തരമായ നേതൃത്വം നൽകിയിരുന്നു. മാമച്ചൻ സാറ് ഒരു തനി ഗാന്ധിയനാണ്. ജീവിത ശൈലിയിൽ, വസ്ത്രധാരണത്തിൽ, ആളുകളോടുള്ള സൗമ്യമായ ഇടപെടലിലൊക്കെ അദ്ദേഹം ശാന്തനും സൗമ്യനുമായിരിക്കുമ്പോഴും പ്രക്ഷോഭണ രംഗത്ത് അദ്ദേഹം ഒരു തീജ്വാലയായിരുന്നു എന്നതാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. പക്ഷെ അതിനേക്കാളൊക്കെ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഞാൻ കണ്ട ഒരു മാറ്റം, അദ്ദേഹം പിൽക്കാലത്ത് ആളുകളെ നേരിട്ട് കണ്ട് അദ്ദേഹം മദ്യത്തിന് അടിമപ്പെട്ടിട്ടുള്ള ആളുകളെ അവരുടെ വീടുകളിൽ പോയി അവരായിരിക്കുന്ന ആശുപത്രികളിൽ പോയും നിരന്തരം സന്ദർശിച്ച് സൗമ്യമായി അവരോട് മദ്യത്തിൻ്റെ അപകടങ്ങളെപ്പറ്റിയും അവർ ചെന്ന് വീണിരിക്കുന്ന വളരെ അപകടകരമായ ജീവിതശൈലിയെക്കുറിച്ചുമൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി മദ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന അപാരമായ ഒരു മാതൃകാപരമായ കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അദ്ദേഹം എത്രമാത്രം സാമ്പത്തിക ക്ലേശങ്ങളും നഷ്ടങ്ങളും സഹിച്ചു എന്നുള്ളത്, എത്രമാത്രം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു എന്നുള്ളത്, എത്രയോ തവണ അദ്ദേഹം സത്യാഗ്രഹ പന്തലുകളിൽ നിരാഹാരമിരുന്നിട്ടുണ്ട് എന്നുള്ളതിന് കണക്കില്ല. തീർച്ചയായിട്ടും വരും കാലങ്ങളിലും അദ്ദേഹത്തിന് ദൈവം ഈ രംഗത്ത് നിരന്തരമായ നേതൃത്വത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള അനുഗ്രഹവും ഭാഗ്യവും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. സാറിന് എൻ്റെ സ്നേഹാഭിവാദനങ്ങളെ സമർപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട മാമച്ചൻ സാറ് മദ്യ വിരുദ്ധ പോരാളിയായി ജീവിതം നയിച്ച വ്യക്തിത്വമാണ്. 80,000-ഓളം കുടുംബങ്ങളെ നേരിട്ട് കാണുകയും ഈ മദ്യത്തിനെതിരെയുള്ള വലിയ സന്ദേശം അവിടെ എത്തിക്കുകയും ചെയ്തു. ഇന്നും അക്ഷീണം അദ്ദേഹം പ്രവർത്തനം തുടർന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ അപ്പ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് മദ്യ നയത്തെ സംബന്ധിച്ചുള്ള തൻ്റെ അഭിപ്രായം അറിയിക്കുകയും മദ്യവിമുക്തി നടപ്പിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും മാമച്ചൻ സാറിന് ഇനിയും ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്, പ്രവർത്തനം നടത്താനുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ ആശംസകളും സാർ.
ഞാൻ വിൻസി സെബാസ്റ്റ്യൻ, കോട്ടയം നഗരസഭാ ചെയർപേഴ്സൺ. നമ്മുടെ സമൂഹത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിത്വത്തിന് ഉടമയാണ് പ്രിയപ്പെട്ട മാമച്ചൻ സാർ. സമൂഹത്തിൽ മദ്യത്തിന് അടിമപ്പെട്ടവരെ അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമാകുന്നതിനും പ്രിയപ്പെട്ട മാമച്ചൻ സാറിന് സാധിച്ചിട്ടുണ്ട്. സാറിന് എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടെ. വളരെ ചിന്തനീയമായ ഒരു സെൻ കഥയുണ്ട്. വൃദ്ധനായ ഒരു മനുഷ്യൻ കടൽ തീരത്തുകൂടി ഇങ്ങനെ നടക്കുകയാണ്. വലിയ തിരമാലയിൽപ്പെട്ട ചില മത്സ്യക്കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ നിന്നും കരയിലേക്ക് എടുത്തെറിയപ്പെടുന്നു. ആ മത്സ്യക്കുഞ്ഞുങ്ങൾ ഓരോന്നായിട്ട് അദ്ദേഹം തൻ്റെ കയ്യിലുള്ള ഒരു ഭരണിയിൽ ആ ജലത്തിലേക്ക് എടുത്തു. വള്ളമെടുത്ത് അല്പം ഉള്ളിലേക്ക് പോയി അത് കടലിൽ നിക്ഷേപിക്കുന്നു. ആ മത്സ്യക്കുഞ്ഞുങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. ഇത് ദിവസേന കണ്ടുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി ചെന്ന് ഈ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട്, ലക്ഷക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ ദിവസേന ഈ കടൽ തീരത്ത് അടിഞ്ഞ് ചത്തുപോകുന്നുണ്ട്. അതിലെ കുറച്ചെണ്ണത്തിനെ മാത്രം പെറുക്കി ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഈ പ്രശ്നത്തിന് എന്തെങ്കിലും പരിഹാരമാകുമോ? ശരിയാണ്, ആ പ്രശ്നം മുഴുവൻ എനിക്ക് പരിഹരിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ ഓരോ മത്സ്യത്തിൻ്റെയും ജീവിതത്തിൽ ഈ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി വളരെ അർത്ഥവത്താണ്. അതിൻ്റെ ജീവിതം തിരികെ കിട്ടാനായിട്ട് സാധിക്കുന്നുണ്ട്. കഥ ഇവിടെ അവസാനിക്കുകയാണ്. അവിടെയാണ് മാമച്ചൻ സാറിൻ്റെ സേവനം വളരെ പ്രസക്തമാകുന്നത്. മാമച്ചൻ സാറിൻ്റെ ഇടപെടൽ മൂലം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന വ്യക്തികളും അവരുടെ കുടുംബങ്ങളും തന്നെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന സേവനത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. ഇതിനായി മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്ന മാമച്ചൻ സാറിന് എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. പ്രൊഫസർ സി മാമച്ചൻ സാർ ഇപ്പോൾ അദ്ദേഹം മദ്യാസക്തിയിൽ കഴിയുന്ന ആൾക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ ഒന്നിച്ചു ചേർക്കുകയും അവരെ സമൂഹത്തിൻ്റെ ഭാവമാണ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരെ കൊണ്ട് സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ ചെയ്തു വരുന്നു. ഈ പ്രസ്ഥാനം മുന്നോട്ട് ഏറ്റവും നല്ല പ്രവർത്തിക്കട്ടെ. എല്ലാ ആശംസകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. മദ്യവർജന പ്രവർത്തകരിലെ കേരള ഘടകത്തിലെ അതികായന്മാരിൽ ഒരാളാണ് പ്രൊഫസർ സി മാമച്ചൻ. എന്നാൽ ഇപ്പോൾ സാറ് വേറിട്ട രീതിയിലുള്ളതായ മദ്യവർജന പ്രവർത്തനമാണ് നിർവഹിക്കുന്നത്. മദ്യപാനത്തിൽ തകർന്ന കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് മദ്യാസക്തിയിൽ കഴിയുന്ന ആളുകളെ കണ്ട് രക്ഷിക്കുക എന്നുള്ള ദൗത്യം എത്രയോ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഓരോ സന്ധിയിലും പലയിടങ്ങളിലായി മദ്യപാനം നിർത്തിയതായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവർ കൂടിച്ചേരുന്നു. സാറിനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം എനിക്കും ഇടയായത് ഒരു ഭാഗ്യവും സന്തോഷവും പദവിയുമായി കണക്കാക്കുന്നു. സാറിൻ്റെ ഈ പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശംസകളും പ്രത്യേകമായി നേർന്നുകൊള്ളുന്നു. നിരവധി സാമൂഹിക സംഘടനകൾ ആദരവ് നൽകും. നാടിൻ്റെ നന്മയെ നോക്കിക്കാണുന്ന വ്യക്തികൾ ആശംസകൾ അർപ്പിച്ചു. പക്ഷേ സമയദൈർഘ്യം ഞങ്ങളെ നിസ്സഹായരാക്കുന്നു. മദ്യാസക്ത രോഗത്തിനടിമയായവരുടെ സുബോധം വീണ്ടെടുക്കാൻ, ലഹരിയുടെ പ്രലോഭനങ്ങൾക്ക് നടുവിൽ അന്താളിച്ചു നിൽക്കുന്ന യുവത്വങ്ങളുടെ കണ്ണൂർ തുറപ്പിക്കാൻ, ലഹരി മനുഷ്യനെ ഒരു മൃഗമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കുട്ടികൾക്ക് പഠിക്കുവാൻ, മരുന്നും മന്ത്രവുമില്ലാതെ മാമച്ചൻ സാർ മാതൃകയാക്കിയ കർമ്മം സാക്ഷ്യം. 2014 ഏപ്രിൽ മാസം 20 മാമച്ചൻ സാറിൻ്റെ നേതൃത്വത്തിൽ മദ്യത്തിനടിമയായ ഞങ്ങളെ 7 പേരെ കണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് മദ്യമുക്തി പുതുപ്പള്ളി. അതിലെ ഒരു അംഗമായി ഈ 11 വർഷമായി എനിക്ക് സ്വബോധത്തിലേക്ക് മടങ്ങി വരുവാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു. ലഹരി എൻ്റെ എല്ലാ നന്മകളെയും 2014 എത്തിയപ്പോൾ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക്, സമ്പത്ത്, സമാധാനം, അഭിമാനം, പോലീസ് സാന്നിധ്യത്തിൽ എൻ്റെ വീട് വന്ന് ജപ്തി ചെയ്യുമ്പോൾ ആ മോളെ പോലീസുകാരെ പിടിച്ച് കയ്യെ പിടിച്ച് ഇറക്കി വിടുന്ന ഒരു ചിത്രം എൻ്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഭാര്യയെ വറങ്കലിച്ച് നിൽക്കുന്ന ഒരു ചിത്രം എൻ്റെ മുമ്പിലുണ്ട്. ആ ജീവിതത്തിൽ നിൽക്കുമ്പോൾ
ദൈവത്തിൻ്റെ അദൃശ്യമായ ഒരു ഇടപെടിയിൽ വാങ്ങാനത്ത് താമസിക്കുന്ന മാമച്ചൻ സാർ എൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. 7 പേരെ കൂട്ടി തുടങ്ങിയ കൂട്ടമാണ് മദ്യമുക്തി പുതുപ്പള്ളി. ലഹരി എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷം തരില്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവ് എനിക്ക് ഇതിൽ നിന്ന് ലഭിച്ചു. അതിന് അന്ന് മുതൽ ഇന്ന് വരെയും മദ്യത്തിനെതിരെ അതിശക്തമായി പോരാടുവാനും ഒരാളോടെങ്കിലും എൻ്റെ അനുഭവങ്ങൾ പറയുവാനും ഞാൻ 5 വർഷക്കാലം സാറിൻ്റെ കൂടെ 4000 ഭവനങ്ങളോളം ഞാൻ സന്ദർശിച്ചു. ലഹരിയുടെ ഭീകരത ആഴവും എത്ര വലുതാണ് എന്ന് ഓരോ ദിവസവും എനിക്ക് പച്ചയായി തുറന്നു പറയാൻ ഇന്നും എനിക്ക് സാധിക്കുന്നു. ആ ഒരു സാക്ഷ്യമാണ് എനിക്കിങ്ങനെ ജീവിതം കിട്ടിയത്. എൻ്റെ പേര് ജീവൻ. 2014 ജൂൺ 15 ബഹുമാനപ്പെട്ട സാറ് എൻ്റെ വീട്ടിൽ വരുമ്പോൾ നരയിച്ച് ആർക്കും വേണ്ടാത്ത ഒരു പുഴുത്ത പട്ടിക്ക് തുല്യമായി ജീവിക്കുക. അവിടുന്ന് സാറിൻ്റെ കൈ പിടിച്ചാണ് 3 തലമുറയാണ് ഈ കുടിയും കൊണ്ട് ദുരിതം അനുഭവിച്ചത്. എൻ്റെ വല്യപ്പനും എൻ്റെ അപ്പനും ഞാനും. 32ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. ഒരിടത്തൊന്നും കിട്ടുകയില്ലായി. എങ്ങനെ ഒരു ഭാഗ്യം കിട്ടൊരു പെണ്ണെൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. 16.25 വർഷം അവൾ നരയിച്ചു. പുതുപ്പള്ളി പള്ളിയുടെ വാതിക്കൽ 28 വർഷം താമസമാണ്. 5 വർഷം കൂടെ ഞാൻ നരയിച്ച് ജീവിച്ചു. ഒന്നും കഴിക്കാനൊന്നും മേലെ ആകെ എന്താണ് ഇത് ചെന്നെങ്കിൽ മാത്രമേ എഴുന്നേറ്റ് നടക്കാം. അതിനുള്ള തക്കതായ കൂട്ടുകാരെ എനിക്ക് കിട്ടി. സമൂഹത്തിൽ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വികൃതമായ, ഏറ്റവും പരാജയപ്പെട്ട, ആർക്കും വേണ്ടാത്ത, ഒന്നിനും കൊള്ളുകയില്ലാത്ത പുറന്തള്ളിയ കുറച്ച് കൂട്ടുകാരുമായിട്ട് ഞാൻ ഈ കൂട്ടുകൂടാൻ തുടങ്ങി. അമ്മയോട് യാതൊരു കരുണയും ഞാൻ കാണിക്കാത്ത ഒരു മനുഷ്യനാണ്. എൻ്റെ ഭാര്യയോട് കാണിച്ചിട്ട്, എൻ്റെ മക്കളോട് കാണിച്ചിട്ട്, 2 മക്കളെ ഞാൻ എടുത്തിട്ടില്ല, അവർക്കൊരു ഉമ്മ കൊടുത്തിട്ടില്ല. അവിടെ പേര് പോലും മറന്നുപോയൊരു അവസ്ഥയാണ്. 2014 ജൂൺ 15 കൊല്ലത്ത് കിടന്ന ഒരു മനുഷ്യൻ എന്നെ തേടി കോട്ടയത്ത് വരിക എന്ന് പറഞ്ഞൊരു അത്ഭുതം തന്നെയാണ്. സുബോധി വന്നപ്പോൾ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയതാണ്. ഒരു തലമുറയെ കൂടെ രക്ഷിക്കാൻ സാധിച്ചു. ഇന്ന് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ എൻ്റെ മകൻ എന്നെക്കാട്ടും ആരോഗ്യമുള്ളവനാണ്. ഇന്ന് പട്ടിണിയില്ല, പരിവട്ടമില്ല, വളരെയധികം സന്തോഷത്തിൻ്റെ ഒരു അവസ്ഥയിൽ ജീവിക്കുന്നു. ഇതാണ് ജീവിതം. ഇന്ന് തിരിച്ചറിയാൻ സാധിച്ചത് ഈ ഒരു കൂട്ടായ്മ ഒന്നുകൊണ്ടാണ്. ഞാൻ 10 വർഷം മുമ്പാണ് ഈ കൂട്ടായ്മയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് ഞാൻ മദ്യത്തിന് തീർത്തും അടിമയായിരുന്നു തന്നെ പറയാം. ആ അവസ്ഥ നിൽക്കുന്ന സമയത്താണ് സാർ എന്നോട് ചോദിച്ചു, മദ്യപാനം കൊണ്ട് ഉണ്ടായ എന്തെങ്കിലും ഒരു നേട്ടം ഒന്ന് പറയാവോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ആലോചിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. സാറ് വന്നിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലുള്ള എല്ലാവരുടെയും, അച്ഛൻ്റെ അമ്മയുടെയും ഭാര്യയുടെയും എൻ്റെ മൂത്ത കുഞ്ഞ്, 2ാമത്തെ കുഞ്ഞാണ്, മൂത്ത കുഞ്ഞിൻ്റെയും മുഖമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതെൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് 10 വർഷം കൊണ്ട് ഞാൻ ഒത്തിരി നേട്ടങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കൂട്ടായ്മയോടൊപ്പം എനിക്ക് അന്ത്യം വരെ നിൽക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. ഈ സ്നേഹം പങ്കിടാനായിട്ടാണ് ഞാൻ സാറിൻ്റെ അടുക്കിലേക്ക് എല്ലാ കൊല്ലവും എൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് ഞാൻ ഈ വീട്ടിൽ വരും. മദ്യമുക്തി കൂട്ടായ്മയുടെ തുടക്കകാലം മുതൽ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ് KK കുര്യൻ, KC തോമസ്, ഐബ് സക്കറിയ എന്നിവർ. ഇന്നും അവരുടെ പ്രവർത്തനം ഈ കൂട്ടായ്മയ്ക്ക് ശക്തിയും കരുത്തും പകരുന്നുണ്ട്. എൻ്റെ പേര് റജി. ഞാൻ കൊല്ലാടാണ് എൻ്റെ സ്വദേശം. ഏകദേശം ഒരു 38 വർഷത്തോളം ഞാൻ അമിതമായി മദ്യപിച്ച് എന്നും വലിയ പ്രശ്നക്കാരനായിരുന്നു. ഞാൻ ആരെങ്കിലും ഒരു ദിവസം വേദനിപ്പിക്കാതെ കിടന്നുറങ്ങുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ അതുവരെ കണ്ടിട്ടും കേട്ടില്ലാതെ ചെയ്യുന്ന ആളിനെ അനേകം പേരോട് എനിക്ക് കിട്ടിയ ആ ഒരു സൗജന്യത്തെപ്പറ്റി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തെപ്പറ്റി എനിക്കിന്ന് അനേകരോട് സംസാരിക്കാൻ പറ്റുന്നു. അതിലേക്കുപരിയായി ധാരാളം പേരെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്നു.
അമിത മദ്യാസക്തരോ. ഞങ്ങളുടെ വീട് പൂർണ്ണമായും ലോഡ്ജിൻ്റെ അന്തരീക്ഷമായിരുന്നു. ലോഡ്ജ് എന്ന് പറഞ്ഞാൽ എവിടുന്നൊക്കെയോ എങ്ങുന്നോ എങ്ങോട്ടേക്കോ പോകാനായി ഒരു കൂട്ടം ആളുകൾ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം മാത്രമാണ്. അവിടെ ബന്ധങ്ങളില്ല, പരിചയങ്ങളില്ല, വിശേഷങ്ങൾ തിരക്കാനില്ല. അപ്പുറത്ത് ആര് താമസിക്കുന്നു എന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഇതിനെല്ലാം കാരണമായത് എൻ്റെ അമിതമായ വഴിവിട്ട ജീവിതം, അതിൽ പ്രധാനമായും ലഹരി കഴിഞ്ഞപ്പെട്ടു പോയതുകൊണ്ട്. ഇന്ന് ഞങ്ങൾക്ക് വർത്തമാനം പറയാൻ വിഷയങ്ങളുണ്ട്, ചിരിക്കാൻ സാധിക്കും, തമാശ പറയാൻ സാധിക്കും. കുട്ടികളെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്നു. 21 വയസ്സുകാരനെ ഞാൻ ഇന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മവെക്കാറുണ്ട്. തല വെച്ച് തന്ന് ഇങ്ങനെ ചൊരണ്ടി കൊടുക്കാൻ പറ്റും. ഞാനിന്ന് ആസ്വദിക്കുക. നഷ്ടപ്പെടുത്തിയ ദിവസങ്ങൾ ഒത്തിരി ഉണ്ട്. ഇന്ന് മനോഹരമായിട്ട് ജീവിക്കാൻ കഴിഞ്ഞത് ഈ ഒരു കൂട്ടായ്മയിലൂടെ. 2021 ജനുവരി 13 പുതുപ്പള്ളി മദ്യമുക്തി എന്ന കൂട്ടായ്മയിൽ എത്തിച്ചേരുവാൻ. എന്ന് എൻ്റെ കയ്യിൽ അമിതമായിട്ട് പണം കൂടുതൽ കിട്ടാൻ തുടങ്ങിയോ അന്ന് ഞാനൊരു അഹങ്കാരിയായി മാറി. ആര് പറഞ്ഞാലും കേൾക്കുവല്ലാത്ത ഉള്ളൊരു സ്വഭാവക്കാരനായി ദുസ്വഭാവങ്ങളും കാര്യങ്ങളും ചീട്ടുകളിൽ ലോട്ടറി എടുപ്പ് എന്നിങ്ങനെ എല്ലാവിധ ദുസ്വഭാവങ്ങളിലും ഇടപെട്ട് 40 വയസ്സായപ്പോഴത്തേക്ക് തകർന്ന് തരിപ്പണമായിപ്പോയി. അന്ന് ആ കൂട്ടായ്മ വരുമ്പോൾ യാതൊരുവിധ പ്രതീക്ഷകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുമെന്ന് എൻ്റെ മുന്നിൽ ഒരു പ്രതീക്ഷയിലായിരുന്നു. കാരണം 1 മണിക്കൂർ പോലും എനിക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കുകയില്ലാത്തടത്താണ് ഇന്നിപ്പോൾ 1362 ദിനങ്ങളായിട്ട് എനിക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുവാൻ എന്നെ ഈ കൂട്ടായ്മ എന്നെ സഹായിച്ചു. എന്നിപ്പോൾ ആ സ്ഥാനമാനങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്കിന്ന് തിരിച്ചു കിട്ടി. എവിടുന്ന് കിട്ടി എന്നുള്ള മുന്നിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്. ഇന്ന് വളരെ മനോഹരമായിട്ട് ജീവിക്കുവാൻ സാധിക്കുന്നു. ഒരിക്കൽ പോലും പ്രതീക്ഷിച്ച ജീവിതം അല്ലായിരുന്നു ഇങ്ങനെ കിട്ടുമെന്ന്. ഒരു ഭിക്ഷക്കാരനെക്കാട്ടിൽ അപ്പുറത്തെ ഒരു ഷർട്ടോ ഒരു മുണ്ടോ ഒരു ചെരുപ്പോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയിലാണ് ഈ 2021 ജനുവരി 13 സാറിൻ്റെ കരങ്ങളിൽ എത്തിപ്പെടുന്നത്. ഇന്ന് അത് കാരണം എൻ്റെ കുടുംബത്ത് കണ്ണുനീരില്ലാതെ ജീവിക്കുവാൻ സാധിക്കും. കുഞ്ഞുങ്ങൾ കൂട്ടുകാരെ കൂട്ട് ഭാര്യയായിട്ട് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും, അവരുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അതിനെല്ലാം ഇടവരുത്തി തന്ന ഈ കൂട്ടായ്മയോടും സാറിനോടും ഒരുപാട് നന്ദി. പപ്പയുടെ അമിതമായ മദ്യപാനം കാരണം വീട്ടിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. കുറേ സ്ഥലങ്ങളിൽ ചികിത്സയ്ക്ക് പോയി, എന്നിട്ട് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം നശിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പപ്പയുടെ ഒരു കൂട്ടുകാരൻ വഴി മാമച്ചൻ സാറിൻ്റെ മദ്യമുക്തി കൂട്ടായ്മയെക്കുറിച്ച് അറിയാൻ സാധിച്ചു. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയൊക്കെ ആയി തുടങ്ങി. +2 എക്സാമിന് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഈ കൂട്ടായ്മയിൽ വന്നെത്തുന്നത്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എക്സാമിന് പഠിക്കാൻ പറ്റി, നല്ല രീതിയിൽ ജയിക്കാൻ പറ്റി. എൻ്റെ പേര് നവീൻ. ഞാൻ മംഗലാപുരം സ്വദേശിയാണ്. ഞാൻ ഇവിടെ കേരളത്തിൽ വന്ന് 30 കൊല്ലമായി. ഞാനൊരു പ്രൈവറ്റ് കമ്പനിക്കകത്ത് ജോലി ചെയ്യുന്ന. ഞാൻ മദ്യപാനം തുടങ്ങിയിട്ട് ഒരു 15 കൊല്ലമായി. പലയിടത്ത് ചികിത്സയിൽ പോയിട്ട് എനിക്ക് മദ്യപാനം നിർത്താൻ പറ്റില്ല. നിരന്തര വീട്ടിലൊരു ശല്യക്കാരനായി മാറി. ജോലി പോവോ കുടുംബം നഷ്ടപ്പെടുമെന്നും എൻ്റെ ഒന്നും ഓർക്കാതെ കുടി മാത്രം എന്നെ സ്നേഹിക്കുമ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹം പോലെ ഒരു കൂട്ടായ്മയെ കുറിച്ച് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു. ഈ മദ്യമുക്തി കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ കൂട്ടായ്മ പോയി ഞാൻ കുടുംബത്തോടെ കൂടുതലായിട്ട് എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ടാകും. ഈ കൂട്ടായ്മ പ്രത്യേകം എന്ന് പറഞ്ഞാൽ മതമില്ല, മന്ത്രമില്ല, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, 5 പൈസ ചിലവില്ല. ഒരു സ്നേഹം മാത്രമുള്ള ഈ കൂട്ടായ്മയിൽ. നമ്മൾ ചികിത്സയിൽ പോയാൽ ഒരുപാട് പൈസ മുടക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ പിന്നെ ഭയങ്കര വാശിയാണ്. ഒന്നാമത്തെ ചികിത്സയിൽ പോയാൽ നമുക്ക് ജയിലിനകത്ത് ഇട്ട പോലെയാണ്. പ്രത്യേകം നമ്മൾ കുടുംബത്തോടെ പോയി കൂട്ടായ്മയ്ക്ക്. മാമച്ചൻ സാറിന് ടീച്ചറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. വളരെ നന്ദിയുണ്ട്. അവിടെ വന്നപ്പോൾ ഓരോരുത്തരുടെ സാക്ഷ്യങ്ങളും പിന്നെ നിരന്തരമായ കൂട്ടായ്മ കൂടുന്നത് കൊണ്ടും ആണ് ഓരോ ദിവസങ്ങളും ജീവിതത്തിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. ഇപ്പം ആണെങ്കിൽ മോളെ പഠിക്കാൻ വിടാൻ സാധിച്ചതും ജീവിതത്തിലെ ഏറ്റവും വലിയ സമാധാനം എന്നത് ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉണ്ട്. നേരത്തെ ആണെങ്കിൽ ഒരു സന്തോഷം സമാധാനം ഇല്ലായിരുന്നു. ഞങ്ങളുടെ വീട് ഒരു മരണ വീട് തന്നെയായിരുന്നു. പിള്ളേരാണെങ്കിലും വർത്താനങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം അപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും അവരൊന്നിച്ച് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത് എല്ലാം ഞങ്ങൾ ഈ കൂട്ടായ്മയിൽ വന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ സാറിനും ടീച്ചറിനും ഇപ്പം ഞങ്ങളുടെ കുടുംബം വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുന്നത് എല്ലാം ഈ കൂട്ടായ്മ വന്നതിന് ശേഷമാണ്.
എൻ്റെ പേര് വിനോദ്, സ്ഥലം തിരുവാതിക്കൽ. 1034 ദിവസമായി ഞങ്ങളുടെ മുന്നിലേക്ക് തമ്പുരാനായിട്ട് അയച്ചതാണ് സാറിന്. ജാതിയോ മതമോ ഒന്നുമില്ല. ശരിയായ സാക്ഷ്യങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ദൈവമേ, എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. കണ്ണീരിൻ്റെ ദിനങ്ങൾ മാത്രം, വെച്ച കഞ്ഞി കുടിപ്പിക്കാതെ നൊന്തുപറ്റ അമ്മ കണ്ണീരോടെ കഞ്ഞിക്കരിയിലും ഒക്കെ ഇരിക്കുന്ന ഒരവസ്ഥ. ഒന്നും അറിയാൻ മേലാത്ത 2 പിള്ളേരെ അവരോടൊക്കെ മദ്യത്തിൻ്റെ ലഹരിയിൽ ബലിയേടാകുമായിരുന്നു ചെയ്തത്. വിവാഹശേഷവും എൻ്റെ പെങ്ങൾ സഹധർമ്മിണി വരുന്നതിന് മുമ്പ് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഒരേ വാക്കേ പറഞ്ഞിട്ടുള്ളൂ, സുഖമില്ലാത്തൊരു പെങ്ങളുണ്ട്, ഒരു ചോറ് അവർക്ക് കൊടുത്തിട്ടേ എനിക്ക് തരാവുള്ളൂ. അത്രമേൽ എൻ്റെ പെങ്ങളെ ഞാൻ കരുതി. അത് അന്ന് തൊട്ട് ഇന്ന് വരെ അവള് പാലിച്ചു. പക്ഷെ എൻ്റെ അമിത മദ്യപാനം എന്നെൻ്റെ ഉള്ളിൽ കയറിയോ, ഞാൻ ഇതെല്ലാം തിരിച്ചു പറയാൻ തുടങ്ങി. നീ എന്തിനും ആഹാരം കൊടുക്കുന്നു? സാറിൻ്റെ കരങ്ങളിൽ വന്നിപ്പം 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷത്തിലോട്ട് കിടക്കുന്നു. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ആ പെങ്ങളെ ഇപ്പൊ കരുതാനും അവരെങ്ങും പോകണ്ട. നിന്റെ പെങ്ങളായിട്ട് തന്നെ ശേഷിക്കുന്ന ജീവൻ എനിക്ക് കഴിഞ്ഞാൽ മതി. നിന്റെ രോഗമായിരുന്നു ഇതെല്ലാം ചെയ്തെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ശേഷിക്കുന്ന ജീവിതം കുറച്ചെങ്കിലും ഒരു മനുഷ്യനായി, മനുഷ്യത്വമുള്ളവനായി ജീവിക്കാനൊക്കെ പറ്റിയത് ഈ കൂട്ടായ്മയെ വന്നുകൊണ്ട് മാത്രമാണ്. ഇതുപോലെ തന്നെ അനേക സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കാനിടയായി. അതാണ് എൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായത്. അങ്ങനെ ഓരോ ദിവസവും ഈ സാക്ഷിയായി നിൽക്കാൻ തമ്പുരാന്റെ കൃപ കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ വീടിപ്പോൾ സ്വർഗമാണ്. എൻ്റെ പ്രാർത്ഥനയേ ഉള്ളൂ, വാരിക്കോലി ഒന്നും കോടീശ്വരനാകണ്ട. സ്വസ്ഥതയും സമാധാനവും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണ്ടത് ഏറ്റവും വലുത് അതാണ്. അത് കാണിച്ചു തന്നതും എല്ലാം സാറിന്റെ കൈകളിൽ വന്നുകൊണ്ട് ഈ കൂട്ടായ്മയോട് ചേർന്നുകൊണ്ടാണ്. നമസ്കാരം, എൻ്റെ പേര് മനീഷ്. ഞാൻ ഉളച്ചേന്ന് വരുന്നു. ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചതാണ്. കല്യാണം കഴിഞ്ഞ് 10 വർഷക്കാലം സമാധാനം എന്നത് ഞാൻ കൊടുത്തിട്ടില്ല. എൻ്റെ ജീവിതം മാറുമെന്നോ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഭാര്യയ്ക്കും മാതാപിതാക്കൾക്കും ഒക്കെ ഞാനൊരു നല്ല മകനായി മാറുമെന്നോ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. യാദൃച്ഛികമായിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മയിൽ എത്തിച്ചേരുന്നത്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് 10-11-ാം തീയതി നാട്ടിൽ ലീവിന് വരുമ്പോൾ വന്നതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ മാതാപിതാക്കളെ കാണാൻ വേണ്ടി 2.5 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിൽ കയറുമ്പോൾ ഞാൻ എങ്ങനെയാണോ ആ പിച്ച വെച്ച വീട്ടിൽ നടന്ന ആ അവസ്ഥയിൽ ഒരു കൊച്ചു എന്ന് പറഞ്ഞ പോലെ ഓടി വന്ന് എന്നെ വാരിപ്പോർന്ന് കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു എൻ്റെ അച്ഛൻ. എന്നിട്ട് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതാണ്, ഞാൻ നിന്നെ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്, പോകുന്ന നോക്കി വണ്ടി ഇടിച്ച് ചാരണേന്ന് എൻ്റെ അച്ഛൻ പ്രാഗിട്ടുണ്ട്, മോനെന്നോട് ക്ഷമിക്കണേന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛൻ്റെ കാലം പിടിച്ചിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ സുബോധമില്ലായ്മ കൊണ്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ ഞാൻ കാണിച്ചു കൂട്ടിയ ഓരോ തെറ്റുകളുമാണ് എൻ്റെ അച്ഛനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ഞാൻ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഞാൻ എന്നും മദ്യത്തിൽ നിന്ന് മാറിയോ? ഇന്ന് എൻ്റെ വീട് സ്വർഗം. നിങ്ങൾക്ക് എൻ്റെ ഈ വാക്കുകൾ ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രയോജനമാവുകയാണെങ്കിൽ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് ദീപു, സ്ഥലം കുഴിമറ്റം. 10-20 വയസ്സിൽ തുടങ്ങിയൊരു മദ്യപാനം. 10-27 വയസ്സായപ്പോൾ ഞാൻ അമിതമായ ഒരു മദ്യാസക്ത രോഗിയായി മാറുകയായിരുന്നു. ഞാനിവിടെ മിൽമായിലാണ് വർക്ക് ചെയ്യുന്നത്. ജോലിക്കൊന്നും പോകാതെ ഉള്ളൊരു മദ്യപാനമായിരുന്നു എൻ്റെ. ഞാൻ മാമച്ച സാറിൻ്റെ അടുത്തോട്ട് എത്തിച്ചേരുന്നത്. എൻ്റെ സഹോദരനായിരുന്നു എന്നെ ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ചെല്ലുമ്പോഴത്തേന് സാറിൻ്റെ അടുത്ത് പരാജയപ്പെട്ടാൽ ഞാൻ ചെല്ലുന്നു. ഒന്നുമില്ലാതെ 2 കൈയും നീട്ടി ആ കൂട്ടായ്മയിലേക്ക് സ്വീകരിച്ച് സാർ എന്നോട് പറഞ്ഞത്, ഒരു 100 ദിവസം കൂട്ടായ്മയിൽ എങ്ങനെയും നിലനിൽക്കണം, താൻ അറിയാതെ തന്നെ തനിക്ക് മാറ്റങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഞാനാദ്യം ഓർത്ത് സാർ ഈ പറയുന്നതൊക്കെ ചുമ്മാ നുണയായിരിക്കും. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ 100 ദിവസം ഇരുന്ന് എങ്ങനെ ഒരു മനുഷ്യൻ മാറാനാണ്. അതിലുപരി ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് വന്ന് അനേകം ചെറുപ്പക്കാരെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കാരണം എൻ്റെ കൂടെ ഒരുമിച്ച് മദ്യപിച്ചും മറ്റുള്ള ലഹരിക്കും നടന്ന കൂട്ടുകാരെ എല്ലാം ഞാൻ പോയി അവരുടെ വീട്ടിൽ പോയിരുന്ന് കണ്ട് എൻ്റെ മാറ്റം കണ്ട അവർക്കും ഈ കൂട്ടായ്മയിലേക്ക് വരാൻ സാധിക്കും. ഇനിയിപ്പോൾ എത്ര ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാറ്റി വെക്കും. കാരണം ഇനി കൂട്ടായ്മയില്ലാതെ മുന്നോട്ടൊരു ജീവിതം എന്നെപ്പോലെയുള്ളവർക്ക് വലിയ പാടാണ്. ഇതിലുപരി ഞാൻ പഠിച്ച എൻ്റെ സ്കൂളിൽ ഈ സാക്ഷ്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കും. സ്വബോധമാണ് ജീവിതത്തിൽ ഏറ്റവും വലുത്. സ്വബോധം നശിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തിരിച്ചുവരവ് സാധിക്കത്തില്ല. സ്വബോധമാണ് ഏറ്റവും വലിയ ലഹരി. എൻ്റെ പേര് നിതിൻ, ഞാൻ കങ്ങരയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു അമിതമായിട്ടുള്ളൊരു മദ്യപാന രോഗിയായിരുന്നു. എനിക്ക് മദ്യത്തിൽ നിന്ന് പിന്മാറാനായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പലതവണ ശ്രമിച്ചിട്ട് എനിക്ക് മാറാനായിട്ട് സാധിക്കത്തില്ലായിരുന്നു. ഒരുപാട് തവണ മദ്യത്തിൽ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടും കുറച്ച് ദിവസങ്ങളൊക്കെ നിർത്താൻ പറ്റുമായിരുന്നു. പിന്നെയും തിരിച്ച് മദ്യത്തിലോട്ട് പോകുന്നൊരവസ്ഥയൊക്കെ. സാറിൻ്റെ കൂട്ടത്തിൽ വരുന്ന 650 ദിവസങ്ങളായിട്ട് സുഖത്തോടെ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 650 ദിവസങ്ങളായിട്ട് കുടുംബത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാനായിട്ട് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്.
കുടുംബജീവിതത്തിനെ കുറിച്ചൊക്കെയാണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തി എൻ്റെ ഭാര്യയായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ചുറ്റുപാടിൽ കൂടെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു മദ്യപാനം മൂലമൊക്കെ. പിന്നെ അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ലൈഫ് തന്നെ പറയും. അവരല്ലേ ഏറ്റവും കൂടുതൽ അനുഭവിച്ചു. എൻ്റെ പേര് ശ്രീജ, സ്ഥലം കങ്ങഴ. ഞങ്ങളും ഒരുപാട് ദുരിതങ്ങളിലൂടെയാണ് ഈ കൂട്ടായ്മയിലോട്ട് വന്നത്. സാറിൻ്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ ഇതിലുള്ള ആൾക്കാരുടെയും കൂട്ടത്തിലെ സഹായത്താലും ഞങ്ങളും ഒരുപാട് സന്തോഷം ഇന്ന് അനുഭവിക്കുന്നുണ്ട്. എൻ്റെ പേര് ഉല്ലാസൻ. ഞാൻ അമിത അത്യാശക്തി രോഗിയാണ്. 9 വർഷം ദൈവം തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുകയാണ്. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള മദ്യപാനത്തിന് അടിമയാണ് ഞാൻ. 35 വർഷക്കാലം ചെറുതും വലുതുമായിട്ട് ഉള്ള മദ്യപാനം തന്നെ അല്ലായിരുന്നു. മുഴുവൻ പ്രശ്നത്തിൽ കൂടെ സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ കൂട്ടായ്മയിൽ 2015 ഡിസംബർ 6-ാം തീയതി എനിക്കിതിൽ വരേണ്ടി വന്നത്. എനിക്ക് ആവശ്യമുള്ള കൂട്ടായ്മയാണിത്. ഇന്ന് 9 വർഷക്കാലം ഞാൻ വളരെയേറെ സൗഖ്യങ്ങൾ, സന്തോഷങ്ങൾ നിറഞ്ഞു. എൻ്റെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുകയും എൻ്റെ കുടുംബം എനിക്ക് നോക്കാൻ, കുടുംബം നോക്കുന്നതിന് മീറ്റിംഗ് വന്നപ്പോഴാണ് ഇതൊക്കെ ആവശ്യമാണല്ലോ, ഇതൊന്നും അല്ലായിരുന്നല്ലോ തിരിച്ചറിയാൻ ഉണ്ടായത്. ഇപ്പോഴും ഈ 9 വർഷക്കാലത്ത് ഈ മീറ്റിംഗ് വിടാതെ ഈ സാറിൻ്റെ ഒപ്പം സഞ്ചരിക്കുക. 96-ലായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഒരു 10 വർഷക്കാലം എൻ്റെ ഈ ജയനെ മദ്യപിക്കാതെ ഞങ്ങൾ സ്വസ്ഥമായ ജീവിതം നയിച്ചു വന്നവരാണ്. അതിനുശേഷമാണ് 2007 ആയപ്പോഴാണ് ജയൻ മദ്യപിക്കാൻ തുടങ്ങിയത്. ഇതിലൊരു നാണക്കേട് തന്നെയായിരുന്നു. മനുഷ്യരുടെ മുമ്പിൽ കൂടെ പോകുമ്പോഴത്തേനും സത്യമായിട്ട് തലകുനിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങളുടെ മാമച്ചാർ വന്ന് ഞങ്ങൾ ഇതിനകത്ത് വന്നതിന് ശേഷം വളരെയധികം സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഇത്രയും കുടുംബങ്ങളെ സാറ് യോജിപ്പിച്ച് നിർത്താൻ അതുപോലെ പ്രയത്നിക്കുന്ന ഒരാളുമാണ്. സാറിൻ്റെ കീഴിൽ ഞങ്ങൾ എത്തിപ്പെട്ടതാണ് ഞങ്ങളുടെ ഏറ്റവും മഹത്തരമായ ഒരു ജീവിത നിലവാരത്തിലെത്താനായിട്ട് സാധിച്ചതെന്ന് വേണേൽ പൂർണ്ണ മനസ്സോടുകൂടി പറയുന്നതിന് യാതൊരു മടിയില്ല. ഇതെല്ലാം ഈ അനുഗ്രഹിക്കപ്പെട്ടമായ ഈ കൂട്ടായ്മയിൽ വന്നതിന് ശേഷം മാത്രമാണ്. തനിക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോ എന്ന്. പക്ഷെ അന്ന് ഞാൻ മദ്യപാനത്തിൻ്റെ ആ സമയത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം നിന്നിരുന്ന ആ ഒരു അവസ്ഥ എനിക്ക് കൂടെ മനസ്സിലാക്കി തന്നത് ഈ ഒരു കൂട്ടമാണ്. കൂട്ടായ്മ വന്ന് ഒരു 150 ദിവസം മദ്യപാനത്തിൽ നിന്ന് മാറി എന്ന അപ്പനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. അപ്പനെ ചേർത്ത് പിടിച്ച് 624-ാമത്തെ ദിവസം അദ്ദേഹം മരണപ്പെട്ട്. അന്ന് മുതൽ ഒരപ്പൻ്റെ സ്നേഹവും ഒരു മകൻ്റെ സ്നേഹവും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. അതെല്ലാം ഈ ഒരു കൂട്ടത്തിൽ വന്ന് ഈ മാമച്ച സാറിൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രം സംഭവിച്ചു. ആർക്കും വേണ്ടാതെ നിന്ദിക്കപ്പെട്ടും പരിഹസിക്കപ്പെട്ടും കിടന്ന് എൻ്റെ ജീവിതം ഇങ്ങനെ ഇന്ന് ഇത്രയും സന്തോഷകരമായിട്ടിരിക്കുന്നതും ഇപ്പം ഇങ്ങനെ ഒരു ക്യാമറയുടെ മുന്നിൽ നിൽക്കാനുള്ള ദൈവം ഒരു അവസരം ഉണ്ടാക്കി തന്നതൊക്കെ ഈ ഒരു കൂട്ടത്തിനകത്ത് വന്നുകൊണ്ട് മാത്രമാണ്. ഇന്ന് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ കുടുംബജീവിതം പോകുന്നത്. ഇന്ന് ഞങ്ങൾ 4 പേരും വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു.